യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ഹാലേലൂയ ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിപ്പ സർവശക്തനായ ദൈവം അതിൻ്റെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഈ പകൽക്കാലവും ഏൽപ്പിച്ചു കൊടുക്കാം. സർവ്വവല്ലഭനായിരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ജീവിതത്തെ വഴി നടത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നമ്മെ ഏകനായി വിടാത്ത കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മെ മുന്നോട്ട് നടത്തും. നമ്മെ എത്തിക്കേണ്ടടുത്ത് സർവശക്തനായ ദൈവം നമ്മെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. സ്തോത്രം. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. പ്രിയ ദൈവപൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ ദൈവസ്ഥിതിയെ മാറ്റും. സ്തുതിക്കുന്ന ദൈവ പൈതലിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. അങ്ങനെ ഈ പ്രഭാതത്തിൽ പറയട്ടെ, ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും. വിശ്വാസത്തോടും ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കുക. അതെ, എന്നും കരഞ്ഞുകൊണ്ടിരിക്കുക, എന്നും നിലവിളിച്ചിരിക്കുക, എന്നും തല കുനിച്ചിരിക്കുക ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾക്കൊരു കൊയ്ത്ത് വച്ചിട്ടുണ്ട്. ആ ഒരു കൊയ്ത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ കൊണ്ട് എത്തിക്കുവാനായിട്ടിടയെത്തിരും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ആമേ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദ ഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ വചനത്തിൽ കാണുന്നു, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ. പ്രിയ ദൈവത്തിന്റെ സ്തോത്രം. ഒരു മനുഷ്യനല്ല നമ്മുടെ സ്ഥിതിയെ മാറ്റുന്നത്, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. അങ്ങനെയൊക്കെ ഈ പ്രഭാതത്തെ ഞാൻ പറയട്ടെ, നമ്മെ നോക്കി വിളിച്ചു പറയുക, നമ്മുടെ കുടുംബത്തെ നോക്കി വിളിച്ചു പറയുക, ദൈവം എന്റെ സ്ഥിതിയെ മാറ്റും. ദൈവം എന്റെ തലമുറയുടെ സ്ഥിതികളെ മാറ്റും. ദൈവം എന്റെ കുടുംബജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റും. ഹല്ലേലൂയ. നിങ്ങൾ ഏത് അവസ്ഥകൾ ആയിക്കൊള്ളട്ടെ, പ്രിയ ദൈവം, നിങ്ങളുടെ ശൂന്യതയെ മാറ്റുവാൻ കഴിയുന്ന, നിങ്ങളുടെ വരൾച്ചകളെ മാറ്റുവാൻ കഴിയുന്ന, നിങ്ങളുടെ ഇല്ലായ്മയുടെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവം എന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. എന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും എന്ന് വിശ്വസിക്കുക. സ്തോത്രം. ദൈവത്തെ മഹത്വപ്പെടുത്തിയവന്റെ സ്ഥിതിയെ ദൈവം മാറ്റി, സ്തുതിക്കുന്നവന്റെ സ്ഥിതികളെ ദൈവം മാറ്റി എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രാർത്ഥിച്ചവരുടെ സ്ഥിതിയെ ദൈവം മാറ്റി എന്ന് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതനോട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും. സ്തോത്രം. ഇപ്പോൾ നീ കരയുന്ന അനുഭവത്തിലായിരിക്കാം, ശൂന്യത അനുഭവിക്കുന്ന അനുഭവത്തിലായിരിക്കും. പ്രിയ ദൈവ പൈതലെ, എന്നും നീ ഈ അനുഭവത്തിലായിരിക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ പറഞ്ഞ നിനക്ക് എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയാം. അതേ സ്തോത്രം. നമ്മുടെ സ്ഥിതിയെ ദൈവം മാറ്റും. മഹത്വപ്പെടുത്തിയവന്റെ സ്ഥിതിയെ എപ്രകാരം മാറ്റുമെന്ന് തിരുവചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യഹൂദയെ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. പ്രിയ ദൈവ പൈതലെ, ഇവിടെ കാണുവാൻ സാധിക്കുന്നു യഹൂദയെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നവൻ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലെ, സ്തോത്രം. ഈ പകൽക്കാലം വിശ്വസിക്കുക, സ്തോത്രിക. സ്തുതിക്കുന്നവന്റെ സ്ഥിതി
സ്ഥിതിയെ ദൈവം മാറ്റും. ഹല്ലേലൂയ. നിന്റെ സ്തുതിയും നിന്റെ ആരാധനയും നിന്റെ പ്രാർത്ഥനയും ഹല്ലേലൂയ വ്രതമായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തുതിക്കുന്ന ദൈവ പൈതന്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. അതാ നമുക്ക് ഇവിടെ വചനത്തിൽ വായിച്ച ഭാഗത്ത് കാണുവാൻ സാധിക്കും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യാക്കോബ് സന്തോഷിക്കുക, ഇസ്രായേൽ ആനന്ദിക്കത്തക്ക രീതിയിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റും. ഇന്ന് നിനക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം, നിന്റെ ഭവനത്തിനകത്ത് ആനന്ദിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. പക്ഷേ സ്തുതിക്കുന്ന ദൈവ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവ പൈതലെ, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടു കൂടി ദൈവത്തെ ആശ്രയിക്കുന്ന ദൈവ പൈതലെ, ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും. ഇവിടെ വചനത്തിൽ കാണുന്നു, യഹൂദയെ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ, സ്തുതിക്കുന്നവനെ ഞാൻ നിന്റെ സ്ഥിതിയെ മാറ്റുമ്പോ, ഹല്ലേലൂയ, അതേ സ്തോത്രം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മോശയോട് അരുളി ചെയ്തതായ ദൈവം ഇവിടെ പറയുന്നു. ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ, സർവശക്തനായിരിക്കുന്ന ദൈവം, സർവവ്യാപിയായിരിക്കുന്ന ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് സ്തോത്രം, നിന്റെ അവസ്ഥകളെ നോക്കി ഭാരപ്പെടേണ്ട, ആകുലപ്പെടേണ്ട പ്രിയ ദൈവ പൈതലെ, നിനക്കൊരു കൊയ്ത്തുണ്ട്. ഇന്നത്തെ നിന്റെ ഈ അവസ്ഥകളൊക്കെ കൊണ്ട് എത്തിക്കുന്ന ഒരു കൊയ്ത്തിലേക്ക് അത്രേ. ഹല്ലേലൂയ. ഇന്നത്തെ നിന്റെ ഞെരുക്കവും നിന്റെ സങ്കടവും ഒക്കെ കാണുമായിരിക്കാം. ആ സ്ഥിതി നീ ഇരിക്കുമ്പോഴും നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന, നിന്റെ ഞെരുക്കത്തിൽ നിന്ന് വിശാലതയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുന്ന, നിങ്ങളുടെ സങ്കടത്തിൽ നിന്ന് നിന്റെ ദുഃഖത്തെ മാറ്റി സന്തോഷത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കൂടെയുണ്ട്. ദൈവം അത് ചെയ്യും. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് എത്തുമ്പോൾ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഒരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. നീ ഇന്നിരുന്ന അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്ന എങ്ങനെ ഒരു കൊയ്ത്തോടു കൂടി. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമെന്ന്. കരയുന്ന ദൈവ പൈതലെ, നെടുവേർപ്പെടുന്ന ദൈവ പൈതലെ, നിലവിളിക്കുന്ന ദൈവ പൈതലെ, അതേ സ്തോത്രം, ഒരു കൊയ്ത്തിനു വേണ്ടി ദൈവം നിന്നെ ഒരുക്കിയ സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ കാണുന്ന, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. അതെ, കണ്ണുനീരോടൊക്കെ നീ സ്തോത്രം ആയിരുന്നു കൊണ്ട്, നിന്റെ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട്, നീ അനുഭവത്തിൽ വേദനയുടെ മധ്യത്തിലായിരിക്കുമ്പോ ഒരു കൊയ്ത്തിനു വേണ്ടി ദൈവം നിന്നെ ഒരുക്കിയ, എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവ, പ്രഭുക്കന്മാരോട് കൂടി, തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഈ പ്രഭാതം മുതൽ സ്തുതിച്ച് തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവ സ്തുതികളെ മേൽ വസിക്കുന്ന ദൈവമത്രേ, നമ്മുടെ ദൈവ മഹത്വങ്ങളിൽ വസിക്കുന്ന ദൈവമത്രേ. നീ സ്തുതിച്ചു തുടങ്ങുവാനായിട്ട് ഇടയായിത്തീരുമ്പോ നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരാ. ശത്രു നിന്റെ മുമ്പിൽ കൊണ്ടിടുന്ന വെല്ലുവിളികൾ നിന്റെ സ്തുതിയുടെ മുമ്പാകെ പരാജയപ്പെടുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ഞാൻ പറയട്ടെ, സ്തുതിക്കുന്ന ദൈവ പൈതന്റെ സ്ഥിതിയെ സ്വർഗത്തിലെ ദൈവം മാറ്റും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന്റെ സ്ഥിതിയെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. ഹല്ലേലൂയ. ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ സ്ഥിതിയും മാറ്റം വരുത്തുമ്പോൾ സംഭവിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞ ഒരു കൊയ്ത്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കൊയ്ത്തിലേക്ക്, ഒരു സ്ഥിതിയെ മാറ്റിയ ഒരു മനുഷ്യനെ പറ്റി നമുക്ക് എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ എസ്തറിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മൊർദെഖായി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. മൊർദെഖായി ഒരു യഹൂദനാണ്. അവൻ എന്ത് ചെയ്യുന്നു? മിണ്ടാതെ അവിടെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലാണ്. പക്ഷെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ യഹൂദനായ മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്കൊരു തൃപ്തിയുമില്ല എന്ന് ഹാമാൻ പറഞ്ഞു. അവിടെ രാജധാനിയിൽ ഇങ്ങനെ വാതിക്കൽ ഇരിക്കുകയാണ് ആരെ? മൊർദെഖായി. പക്ഷേ മൊർദെഖായി സ്തോത്ര യഹൂദനാക്കിയ ഹാമാൻ അതങ്ങോട്ട് പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. സ്തുതിക്കുന്നവനെ കാണുമ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇല്ല. സ്തോത്രം. നമുക്ക് അവിടെ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോ യഹൂദനെ സംബന്ധിച്ചിടത്തോളം
ഒരു വിഗ്രഹത്തെ ആരാധിക്കുക. ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണ്? മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല. ഈ ഒറ്റ കാരണമാണ് മൊർദെഖായി അവിടെ ഇരിക്കുന്നത് ഹാമാൻ ഇഷ്ടപ്പെടാത്തതിന് കാരണം. ഒരു യഹൂദനെ സംബന്ധിച്ച് മറ്റുള്ളതിനെ വിഗ്രഹത്തെ സേവിക്കുക അല്ലെങ്കിൽ അതിനെ കുമ്പിടുക എന്നത് വ്യവസ്ഥ ഇല്ലാത്ത ഒരു കാര്യമാണ് എന്ന് തിരുവചനത്തിൽ കാണുന്നു. തങ്ങളുടെ വിഗ്രഹങ്ങളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കാനാണ് ദൈവം പ്രവാസത്തിലേക്ക് അയച്ചത്. മൊർദെഖായി ചുറ്റും അവിടെ കാണുവാൻ സാധിക്കുന്നു. മൊർദെഖായി ചുറ്റുമുള്ളവർ ഹാമാനെ കുമ്പിടുമ്പോഴും മൊർദെഖായി എന്ത് ചെയ്യുന്നു? ഈ ഹാമാനെ കുമ്പിടുന്നില്ല. ഈ ഒറ്റ വിഷയമാണ് എന്ത് ചെയ്യുന്നത്? ഹാമാനെ മൊർദെഖായെ കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു അനുഭവം നമുക്ക് തനിക്ക് കോപം ഉണ്ടാകുന്നു എന്നാണ് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ കോപം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നു. പ്രിയ ദൈവപൈതലെ, ഈ പ്രഭാതത്തിലും നാം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തത് നമ്മൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ പലർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുകയല്ല. പക്ഷേ അവിടെ മൊർദെഖായി അതിനോട് പ്രതികരിക്കാനോ ഒന്നിനും പോയില്ല. മൗനമായിട്ട് മൊർദെഖായി ഇരിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു മൊർദെഖായിയുടെ സ്ഥിതിയെ ദൈവം മാറ്റി. ഹല്ലേലൂയ. അതേ സ്തോത്രം. നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നീ വില കൊടുത്ത് നിൽക്കുവാൻ തയ്യാറാകുമ്പോ പ്രിയ ദൈവപൈതലേ, നാം എപ്രകാരം ആയിരിക്കണമെന്ന് തിരുവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അല്പസ്ഥാനമാനങ്ങൾക്കോ ബഹുമാനത്തിനോ പ്രശസ്തിക്കോ വേണ്ടി നാം അറിഞ്ഞ സത്യത്തെ അല്ലെങ്കിൽ കർത്താവിനെ നാം മാറ്റിവെക്കുകയല്ല. നാം വില കൊടുത്ത് നിൽക്കുവാൻ ഇടയായി തീർന്ന ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാകും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. സ്തോത്രം. അതെ, അവിടെ തിരുവചനത്തിൽ കാണുന്നു ഒരു വിശ്വാസിയായിരിക്കുക എന്ന് നമുക്കൊരു വലിയ കാര്യമായിരിക്കാം. പക്ഷേ മൊർദെഖായിയെ പോലെ നമുക്ക് എന്ത് ചെയ്യുന്നു? അതേ സ്തോത്രം. സാമൂഹികമായി സ്വാധീനം കൂടെ മധ്യത്തിൽ കുമ്പിട്ട് നിൽക്കാതെ വേണ നാം കർത്താവിനെ തല ഉയർത്തി പിടിച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് നിന്നെ മാനിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ലോകം തരുന്ന ഒരു മാന്യതയായിരിക്കത്തില്ല, ലോകം തരുന്ന ഒരു പദവിയല്ല കർത്താവ് തരുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം നിൽക്കേണ്ടടുത്ത് വ്യവസ്ഥയ്ക്കനുസരിച്ച് നിൽക്കുവാൻ തയ്യാറാക്കണം. അവിടെ ഇവിടെയും പലതും ഉണ്ടെന്ന് പറയുമ്പോഴാ അല്പമല്ലേ ഒന്ന് കുമ്പിട്ട് കളയാമെന്ന് പറഞ്ഞ് കുമ്പിട്ടു പോകാനല്ല, നിന്റെ ഉള്ളിൽ അറിഞ്ഞതായ ദൈവ സ്നേഹത്തിനകത്ത് നീ വില കൊടുത്തു നിൽക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. ലോകം നിന്നെ പകച്ചിരിക്കാം, ലോകം നിന്നെ പരിഹസിച്ചെന്നിരിക്കാം, ലോകം നിന്നെ ചിലതിനകത്തുനിന്ന് മാറ്റി നിർത്തിയെന്നിരിക്കാം. പക്ഷേ പ്രിയ ദൈവപൈതലേ, നീ ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവനായി തീരരുത്. സ്തോത്ര. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഉയർത്തി കാട്ടുന്നവനായിരിക്കണം. ഹല്ലേലൂയ. വചനത്തിന്റെ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നവനായിരിക്കണം. ഇവിടെ മൊർദെഖായിയെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഞാൻ കൂട്ടാക്കാൻ നിന്നപ്പോ ഹാമാൻ കോപം ഉണ്ടാക്കുന്നുണ്ട്. ഈ കോപം എന്ത് ചെയ്യുന്നു? വർദ്ധിച്ചു വന്നുകൊണ്ട് തന്നെ നശിപ്പിക്കുവാനായി, തന്നെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പദ്ധതികൾ ഒരുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവനൊരു തൃപ്തിയില്ല. അവിടെ കാണുവാൻ സാധിക്കുന്നു ഹാമാൻ ഒരു തൃപ്തിയില്ല മൊർദെഖായി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം. അങ്ങനെ ചെന്ന് അവന്റെ ഭാര്യയോടും ഫ്രണ്ട്സിന്റെ അടുത്ത് സ്നേഹിതന്മാരോടൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു ഉപായമായിട്ട് പറഞ്ഞു കൊടുക്കും. നമുക്കൊരു കഴുകുമരം ഉണ്ടാക്കാം. ആ കഴുകുമരം ഒരുക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നാളെ രാവിലെ രാജാവിനെ ചെന്ന് അപേക്ഷിക്കുക. അപ്പോ അവൻ അതിനകത്ത് തൂക്കിക്കളയും. അപ്പോൾ നിനക്ക് സന്തോഷത്തോടെ രാജാവിനോട് കൂടെ വിരുന്നിന് പോകാം എന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നു? ഹാമാന് പറഞ്ഞുകൊടുത്ത് അത് ഹാമാന് ബോധിപ്പിച്ച് ഹാമാൻ എന്ത് ചെയ്യുന്നു? ഒരു കഴുകുമരമൊക്കെ ഉണ്ടാക്കിച്ചു. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? സ്തുതിക്കുന്നതിന് വേണ്ടിയാ. സ്തോത്രം. സ്തുതിക്കുന്നതിന് വേണ്ടി കഴുകുമരം ഉണ്ടാക്കി. ഹല്ലേലൂയ. പക്ഷേ പുറത്ത് കഴുകുമരം ഉണ്ടാക്കുമ്പോഴും അതേ പ്രിയ ദൈവമക്കളെ സ്തോത്രം, അന്ന് രാത്രി തന്നെ സ്തോത്രം, അതേ അകത്തുള്ള രാജാവിന് ഉറക്കം വന്നില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലിനോട് ഞാൻ പറയട്ടെ, പുറത്ത് എന്ത് തന്നെ നിനക്കെതിരായി ചെയ്തു കൊള്ളട്ടെ, പക്ഷേ അതേ സ്തോത്രം ഹല്ലേലൂയ ആരും കാണാതെ രഹസ്യമായിട്ട് ഗൂഢാലോചനകളും പദ്ധതികളും കൂട്ടുകെട്ടുമായിട്ട് അതേ സ്തോത്രം പലരും ചേർന്ന് നിനക്കെതിരായി ചില കഴുകുമരങ്ങൾ ഉണ്ടാക്കുമ്പോഴും ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് സ്തുതിക്കുന്ന ദൈവ പൈതലേ, ചിലതിന്റെ ഉറക്കത്തെ ദൈവം കെടുത്തുവാനായിട്ടിടയായിത്തീരും. രാജാവിന് ഉറക്കം വരായിക്കയാ. ദിനവൃത്താന്ത പുസ്തകം എഴുതി വെച്ചു. അഹസ്വേരോസ് രാജാവിനെ വിടുവിച്ചതായ കാര്യത്തെ പറ്റി മൊർദെഖായി ചെയ്തനെ അവിടെ എഴുതി വച്ചിരിക്കുന്നു. എന്ത് കൊടുത്തു പ്രതിഫലം എന്ന് ചോദിച്ചപ്പോ രാജഭൃത്യം പറഞ്ഞു ഒന്നും കൊടുത്തില്ല എന്ന്. സ്തോത്രം. പ്രിയ ദൈവപൈതലേ സ്തോത്രം. നീ എന്തെങ്കിലും ചെയ്ത ഒരു പ്രവൃത്തിയായിരിക്കാം, നിനക്ക് അതിനകത്തുനിന്ന് ബഹുമാനോ പദവിയോ ആദരവോ ഒന്നും കിട്ടിയില്ലായിരിക്കാം. പക്ഷേ നീ വിശ്വസ്തയോട് ദൈവസന്നിധിയിൽ നിന്ന നീ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ദൈവം
തക്ക സമയത്ത് മറുപടി തരും. ദൈവം ഒന്നും മറന്നു കളയില്ല. ചിലപ്പോ ഒരു ടാൻസ് എന്നുള്ള ഒരു വാക്ക് പോലും ചിലപ്പോ നീ കേട്ടില്ലായിരിക്കാം, പരിഹാസമായിരിക്കാം നീ കേട്ടത്. സ്തോത്രം. പക്ഷെ ഞാൻ പറയട്ടെ, അതേ ദൈവം ഹല്ലേലൂയ അത് ചിലർത്ത് എഴുതി വച്ചിരിക്കും. സ്തോത്ര. നിന്നെ ഉയർത്തേണ്ട സാഹചര്യത്തിൽ, നിന്നെ മാനിക്കേണ്ട സാഹചര്യത്തിൽ, നിന്നെ ബഹുമാനിക്കേണ്ട സാഹചര്യത്തിൽ ദൈവം അത് ചിലരുടെ കണ്ണുകളിൽ കാണിക്കുവാനായിട്ട് ഇടയായിത്തീര. ചിലരുടെ ഉറക്കത്തെ ദൈവം കെടുത്തുവാനായിട്ട് ഇടയായിത്തീര. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രാജാവിന് ഉറക്കം വന്നില്ല, രാജാവ് അത് വായിച്ചു. എന്റെ രാജാവ് രാവിലെ എഴുന്നേറ്റിട്ട് അവിടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാകാരത്തിൽ ആരുണ്ട്, പുറത്ത് ആരുണ്ട് എന്ന് ചോദിച്ചു. ഇവിടെ ഹാമാൻ എന്ത് ചെയ്യുന്നു? കഴുകുമരം ഉണ്ടാക്കി വെച്ചിട്ട് മൊർദെഖായിയെ അതിനകത്ത് തൂക്കിക്കളയേണ്ടതിനായിട്ട് രാജാവിനോട് അപേക്ഷിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. രാജാവ് ഒന്ന് അകത്തോട്ട് കയറാൻ ഒന്ന് പ്രവേശനം തന്നിരുന്നുവെക്ക് കയറാമെന്നുള്ള ഒരു ആർത്തിയോട് കൂടി അവിടെ നിൽക്കുക. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ചിലർക്കൊക്കെ കാത്തു നിൽക്കാനേ കഴിയത്തുള്ളൂ. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കണം. അതേ ഈ ലോകത്തിലെ മനുഷ്യർ തീരുമാനിക്കുന്നത് ഒന്ന് നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകില്ല. അതെ, അവർ കഴുകുമരം ഉണ്ടാക്കും, നിയമങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പ്ലാനും പദ്ധതിയും മാത്രമേ നടക്കത്തുള്ളൂ. ഹാമാനെ അകത്ത് വിളിച്ചിട്ട് ഹാമാനോട് രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ബഹുമാനിപ്പിക്കുന്ന മനുഷ്യനോട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഹാമാൻ ഒരു ആഗ്രഹം, ഒരു സ്തോത്രം കടന്നു വന്നു. എന്നെ അല്ലാതെ രാജാവ് ആരെയാ ബഹുമാനിക്കാനായിട്ട് ഇച്ഛിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു ലിസ്റ്റ് തന്നെ അങ്ങ് എന്ത് ചെയ്യുന്നു? രാജാവിന്റെ മുമ്പിൽ ഇട്ടുകൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവ പൈതലേ, അതേ സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ എങ്ങനെ ആദരിക്കണമെന്ന്, നിന്നെ എങ്ങനെ ദൈവസന്നെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവപൈതലെ നിന്നെ എങ്ങനെ ആദരിക്കണമെന്ന് ദൈവത്തിന് അറിയാം. സ്തോത്ര. അത് നിന്റെ പരാജയം കാണുക, നിന്നെ തകർത്ത് കളയുക പദ്ധതി ഇട്ടവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു ദൈവമത്രേ. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ കർത്താവിന്റെ കരം, വിശ്വസ്തത, അതത്രേ. സ്തോത്ര. ഹല്ലേലൂയ. ശത്രുവിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവിടെ എന്ത് ചെയ്യുന്നു? ഹാമാൻ ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു. രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവന്റെ തലയിൽ വയ്ക്കുന്ന രാജ കിരീടമൊക്കെ കൊണ്ടുവരട്ടെ, വസ്ത്രവും കുതിരയും എല്ലാം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ബഹുമാനിക്ക് വെച്ചിരിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണവാതിക്കൽ കൂടെ കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ പറയുക കാരണം എന്താ? തനിക്ക് ലഭിക്കാൻ പോകുന്ന ബഹുമാനമാണെന്ന് ഓർത്തുകൊണ്ട് ഹാമാൻ ഇതെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ രാജാവ് ഹാമാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിന്റെ വാതിക്കെ ഇരിക്കുന്ന യഹൂദനായ മൊർദെഖായിക്ക് അങ്ങനെയൊക്കെ ചെയ്യുക. രാജാവിന്റെ വാതിക്കൽ ഒരുവൻ ഇരിപ്പുണ്ട്, മറ്റാരെയും കുമ്പിടാതെ വണ്ണം ഭയഭക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. അവന്റെ മേൽ അതിന് ധരിപ്പിക്കുക. അവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ അതൊക്കെയും ചെയ്തു കൊള്ളുക. നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുത്. അതേ സ്തോത്രം. അവനല്ല ലഭിക്കുന്നതെന്ന് ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അവസരത്തെ ഒന്ന് ദൈവം മാറ്റിക്കളയാൻ ദൈവം അനുവദിക്കില്ല. അവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നീ പറഞ്ഞതിൽ ഒന്നും കുറഞ്ഞു പോകരുത്. നിനക്ക് ലഭിക്കേണ്ട ഉയർച്ചയും പദവി ബഹുമാനത്തെ നിന്നെ തകർക്കുവാൻ പദ്ധതി ഇട്ടവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ അല്പസമയം കുനിഞ്ഞു പോയി കാണുമായിരിക്കാം. നീ നിരാശപ്പെടേണ്ട, ആകുലപ്പെടേണ്ട, ധൈര്യമായിട്ട് ഇരുന്നു കൊള്ളുക. നിന്നെ മാനിക്കുന്ന ഒരു ദിനം ഉണ്ട്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതേ സ്തോത്രം. മൊർദെഖായി രാജാവിന്റെ വാതിക്കൽ മടങ്ങി വന്നു. പക്ഷേ ഹാമാനോ ദുഃഖിതനായി തലയും മൂടിക്കൊണ്ടെത്തിച്ചെന്നു വേഗത്തിൽ വീട്ടിൽ പോയി. പ്രിയദേവ സ്തുതിക്കുന്നവന്റെ യഹൂദയുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. എന്നും നീ മറ്റുള്ള മുമ്പേ ആട്ടും തുപ്പും ഒക്കെ കണ്ട് ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ, നിന്നെ കാണുമ്പോൾ പുച്ഛിക്കുന്നവർ കാണുമായിരിക്കാം, നിന്നെ കാണുന്നവർ പരിഹസിക്കുന്നവർ ഉണ്ടായിരിക്കും. പക്ഷേ എന്നും നിന്റെ ആ സ്ഥിതി ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു കൊയ്ത്തുണ്ട്. മൊർദെഖായിയെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്നവിടെ കാണുവാൻ സാധിക്കുന്നു. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ കഴുകുമരം ഉണ്ടാക്കുവാനായിട്ട് പ്ലാൻ
ഇട്ട് കൊടുത്ത അതേ ഹാമാന്റെ ഭാര്യയും സ്നേഹിതരും പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ യഹൂദനാക്കിയ നീ അവനെ ജയിക്കില്ല. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ചെയ്യാം. നീ ഒരു യഹൂദനായി തന്നെ ജീവിച്ച, നീ ഒരു ദൈവ പൈതലായി തന്നെ ജീവിച്ച, നിന്റെ മുമ്പിൽ ഒരു ശത്രുവും ജയിക്കത്തില്ല എന്ന് ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ. നീ പരാജയപ്പെടുന്നു എന്നൊക്കെ തോന്നിയിരിക്കാം, നീ തോൽവിയിലേക്ക് എത്തുന്നുണ്ടെന്നൊക്കെ തോന്നിയിരിക്കാം, നഷ്ടം കൂടെ ഒരു കൂമ്പാരം നിന്റെ ജീവിതത്തിൽ വരുന്നു എന്നൊക്കെ തോന്നിയിരിക്കാം. പക്ഷേ കണക്കു നോക്കി നിനക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നീ ചെയ്ത ഓരോ പ്രവർത്തികൾക്കും പ്രതിഫലം തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ ആയിരിക്കുക. നിന്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രവർത്തികളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സന്നിധി നീ ഭയഭക്തിയോട് ജീവിച്ച, ദൈവത്തെ മാനിച്ചും ദൈവത്തെ ബഹുമാനിച്ചും ദൈവത്തെ ആദരിച്ചും ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാനായിട്ട് ഇടയായി തീരാ. എങ്ങനെ രാജാവ് മൊർദെഖായിയെ മാനിച്ചു, നമുക്കവിടെ അതേ രീതിയിൽ മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നത് കൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിൽ പരന്നു. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. അതാ ഒരു കൊയ്ത്ത്. ഹല്ലേലൂയ. അതാ ഒരു കൊയ്ത്ത്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ ഒരു കൊയ്ത്ത് വച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ മേൽക്കുമേൽ എന്ത് ചെയ്യുന്നു? അതേ സ്തോത്രം, മഹാനായി തീർന്നു. ദൈവം നിന്നെ ഉയർത്തുവാൻ തുടങ്ങിയ നിന്റെ ഉയർച്ച ആർക്കും തടയാൻ കഴിയില്ല. ദൈവം നിനക്ക് ചില ബഹുമാനങ്ങളും ചില ആദരവുകളും തന്നു കഴിഞ്ഞാൽ അതേ ചുറ്റും നിൽക്കുന്നവർക്ക് അസൂയകൾ ഉണ്ടാകത്തക്ക രീതിയിൽ, ചുറ്റും നിൽക്കുന്നവർ വിസ്മയിക്കത്തക്ക രീതിയിലായിരിക്കും. സ്തോത്ര. അതേ അല്പസമയമൊക്കെ നിന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട വിടുതന്നെ തടഞ്ഞു വെക്കുക ശത്രുമണ്ഡലത്തിന് കഴിയത്തുള്ളൂ. പക്ഷേ ദൈവം നിന്നെ മാനിക്കുവാൻ, ദൈവം നിന്നെ ബഹുമാനിക്കുവാൻ, ദൈവം നിന്നെ ആദരിക്കുവാൻ ടൈം വച്ചു കഴിയുമ്പോ, ആ ടൈമിനകത്ത് വരുമ്പോ നീ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കടക്കുവാനായിട്ട് ഇടയായിത്തീരോ. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, രാജധാനിയിൽ മഹാനായി തീർന്നു. എവിടെയാ? രാജാവിന്റെ വാതിക്കൽ കാവൽക്കാരനായിരുന്ന മൊർദെഖായി ഇതാ മഹാൻ എന്ന ഒരു പൊസിഷനിലേക്ക് കയറുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഇരിക്കുക മാത്രമല്ല, അവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, മേൽക്കുമേൽ മഹാനായി തീർന്നത് കൊണ്ട് അവന്റെ കീർത്തി ഹല്ലേലൂയ സകല സംസ്ഥാനങ്ങളിലും പരന്നു. നീ ആയിരിക്കുന്ന ഒരു ചുറ്റുപാടിലായിരിക്കാം ഹല്ലേലൂയ നീ വേദനയെ നിന്നേക്ക് അനുഭവിക്കുന്നു. പക്ഷേ നിന്റെ മേൽ ഒരു പ്രശസ്തി ഉണ്ടാകുമ്പോ, ദൈവം നിന്നെ മാനിക്കുമ്പോ, ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുമ്പോ, സകല സംസ്ഥാനങ്ങളിലും പരക്കത്തക്ക രീതി ദൈവം നിന്നെ കീർത്തിയും പ്രശംസയും ഒരു അലങ്കാരവുമാക്കി ദൈവം തീർക്കുവാനായിട്ട് ഇടയായിത്തീരാ. നീ അതുകൊണ്ട് ഭാരപ്പെടേണ്ട. നിന്റെ അവസ്ഥ കണ്ടുകൊണ്ട്, നിങ്ങളുടെ സാഹചര്യങ്ങളെ കൊണ്ടുകൊണ്ട് നീ നെടുനീർപ്പെടേണ്ട. എന്നെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുമെന്ന് ചോദിക്കുന്നില്ലേ? നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. അതേ, പലരിടത്തും എന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം വരാൻ വേണ്ടി നീ ചെന്ന് പലരിടത്തും അപ്പോയിന്റ്മെന്റ് എടുക്കുന്നില്ലേ? ആരും നിന്നെ സഹായിക്കേണ്ടവർ സഹായിക്കാതെ പോകുമ്പോഴാ, നിന്നെ കാണേണ്ടവർ കാണാതെ പോകുമ്പോഴാ, പ്രിയ ദൈവ പൈതലേ, നിന്നെ ബഹുമാനിക്കുന്നത്, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നത് എന്റെ സ്വർഗത്തിലെ ദൈവമത്രേ. ഞാൻ യഹൂദയുടെ സ്ഥിതിയെ മാറ്റും. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരാ. 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ഇപ്രകാരം എഴുതി ചേർക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. യഹൂദനായ മൊർദെഖായി അഹസ്വേരോസ് രാജാവിന്റെ രണ്ടാമനും യഹൂദന്മാരെ വച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്ന സ്തോത്രം. ദൈവത്തിന് മഹത്വം. പ്രിയ ദൈവപൈതലേ, കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ദൈവം നിന്റെ സ്ഥിതി മാറ്റും. നിന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി നിർത്തും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, രാജാവിന്റെ രണ്ടാമനാക്കി മൊർദെഖായിയെ ദൈവം മാനിച്ചു. വാതിക്കൽ ഇരുന്നവനാ. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു, എല്ലാവർക്കും എന്തിന് ഇഷ്ടനും അതേ സ്തോത്ര സ്വജനത്തിന് ഗുണകാംക്ഷിയും സർവജനത്തിനും അനുകൂലവാദിയുമായിരുന്നു. അവന്റെ സ്ഥിതിയെ ദൈവം അങ്ങ് മാറ്റി. ഹല്ലേലൂയ.
നമുക്ക് ഹാമാനെ പറ്റിയൊക്കെ നമുക്കറിയാം. ആ ഒരുക്കിയ കഴുമരത്തിൽ അവനെ തന്നെ തൂക്കിക്കളഞ്ഞു. പക്ഷേ പ്രിയ ദൈവമേ, സ്തോത്രം, സ്തുതിച്ചുകൊണ്ട് വാതിക്കൽ ഇരുന്ന ഹാമ മൊർദെഖായിയുടെ ജീവിതത്തിനകത്ത് ദൈവം അവന്റെ അവസ്ഥകളെ മാറ്റി. അങ്ങനെ വായിച്ച ഭാഗത്ത് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്തുണ്ട്. ഈ പ്രഭാതത്തിൽ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവം ഇതിനോട് പറയട്ടെ, എന്നും നീ ഈ സ്ഥിതിയിലിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ദൈവത്തെ സ്തുതിക്കുന്നവന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. അങ്ങനെ സ്തോത്രം, ദൈവസ്ഥിതിയെ മാറ്റുമ്പോ നിനക്കൊരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. ഈ നീ കരയുന്ന അനുഭവത്തിലായിരിക്കാം, നിലവിളിക്കുന്ന അനുഭവത്തിലായിരിക്കാം, മറ്റുള്ളവർ മുമ്പേ തല കൊമ്പിട്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ തലയെ ഉയർത്തുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. സിയോനിൽ നിന്ന് ഇസ്രായേൽ വന്നപ്പോ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അതേ, നിന്റെ ഭവനത്തിനകത്ത് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ധ്വനികൾ ഉണ്ടാകത്തക്ക രീതി ഒരു കൊയ്ത്തിലേക്ക് ദൈവം നിന്നെ എത്തിക്കും. ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യഹൂദേ, ഞാൻ നിന്റെ സ്ഥിതി മാറ്റുമ്പോ ഞാൻ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിട്ടുണ്ട്. സ്തോത്രം കർത്താവേ. നീ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സ്ഥിതികൾക്ക് ദൈവം ഈ പകൽക്കാലം മുതൽ ഒരു മാറ്റം കൊടുക്കണമേ. അവർ കരയുന്നവരായിരിക്കാം കർത്താവെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവനായിരിക്കാം കർത്താവെ, സ്തുതിക്കുന്നവന്റെ സ്ഥിതിയെ മാറ്റിയതായ ദൈവം കർത്താവെ. അപ്പൊ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറട്ടെ കർത്താവെ. അവരുടെ വേദനകൾ മാറട്ടെ, അവരുടെ രോഗങ്ങൾ മാറട്ടെ, അവരുടെ ഭാരങ്ങൾ മാറട്ടെ. അവരായിരിക്കുന്ന ദേശത്ത് ഹല്ലേലൂയ ഒരു കീർത്തി സകല സംസ്ഥാനങ്ങളിലും കർത്താവേ, മൊർദെഖായിയുടെ മേൽക്കുമേൽ പ്രഭന്നായപ്പോ പരക്കുവാൻ, ആ പ്രശസ്തി പരക്കുവാനായിട്ട് ഇടയായി തീർന്നതുപോലെ ഇവിടെ ഉയർച്ച, ഇവിടെ വിടുതലുകൾ ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ പരക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവേ തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റണമേ. ചില കുടുംബങ്ങളിൽ നിന്ന് ചില കണ്ണുനീരിന്റെ അനുഭവങ്ങൾ മാറട്ടെ. സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അനുഭവങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. അപ്പൊ ഈ പകൽക്കാലം തന്റെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.